കരപ്പുറത്തിന്റെ കാർഷിക മേഖലയ്ക്ക് ഉണർവേകി കരപ്പുറം ഗ്രീൻസ് കൃഷിക്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ കാർഷിക വിപണന കേന്ദ്രം തുറന്നു. വിപണന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം കഞ്ഞിക്കുഴിയിലെ മുതിർന്ന കർഷകൻ ശേഖരൻ നിർവഹിച്ചു. മണ്ണും മനസ്സും ഉണ്ടെങ്കിൽ നമുക്ക് ഏത് കാര്യങ്ങളും നേടാൻ കഴിയുമെന്നാണ് എൻ്റെ അനുഭവം. ഞാൻ 2000 മുമ്പ് തേങ്ങാപ്പണി ചെയ്ത് 18 ലക്ഷം രൂപ ഞാൻ കടക്കാരനാണ്. ഒരു കപ്പ് കാപ്പി കുടിക്കാൻ കഴിയില്ല, ദിവസം കാശില്ല, ജലം തേയില ചക്കര തേയില മേടിക്കാൻ കാശില്ല. ആ അവസ്ഥ ഞാൻ നിരാശനായി കഴിഞ്ഞുകൂടി. അതിനുശേഷം അന്നത്തെ കൃഷി ഓഫീസറായിട്ടിരുന്ന മിഷൻ സാറും സ്വതന്ത്രൻ മരിച്ചുപോയ സ്വാതന്ത്ര്യനും കൂടി ഞങ്ങളങ്ങനെ നേരത്തെ പരിചയക്കാരാണ്. അവർ രണ്ടുപേരും കൂടി എന്നെ വന്ന് എൻ്റെ ദുഃഖത്തെ പങ്കുചേർന്ന് എന്നെ ഉപദേശിച്ച് വിഷ്ണു സാറ് എനിക്ക് 25,000 രൂപ കൈവായ്പ തന്നു. ഭൂമിയുണ്ട്, ആ ഭൂമി കൃഷിയോഗ്യമാക്കി കർഷക തൊഴിലാളിയെ കൊണ്ട് പണിയെടുപ്പിക്കുന്നതിന് വേണ്ടി 25,000 രൂപ കൈവായ്പ തന്നു. പിന്നീട് ഭൂമിയെല്ലാം ഇണക്കി കഴിഞ്ഞ് കുറേ വിത്തുകൾ സംഭരിച്ച് വാഴ വിത്ത്, ചീര, പയർ, പാവൽ, പടവളം അങ്ങനെയുള്ള വിത്തുകൾ വിഷ്ണു സാറ് വീട്ടിൽ കൊണ്ട് തരികയായിരുന്നു. അപ്പോൾ അത് മണ്ണിട്ട് പണിയാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ കുടുംബത്തിൽ നേരത്തെ തന്നെ കൃഷിപ്പണി ഉള്ളതാണ് അമ്മയുള്ള കാലത്ത്. കാരണം കുറച്ച് പരിചയമുണ്ട്. ബാക്കി പരിചയങ്ങളൊക്കെ വിഷ്ണു സാറ് നിത്യേന വരും, വന്ന് ചെയ്ത് എനിക്ക് നല്ല ആവതുണ്ട്. അന്നേ ശരീരത്തിന് ആവതുണ്ട്, മനസ്സുമുണ്ട്. അങ്ങനെ പണിയാൻ തുടങ്ങിക്കഴിഞ്ഞ് ഏതാണ്ട് 3.5 കൊല്ലം കൊണ്ട് ഞാൻ 18 ലക്ഷം രൂപയും കടബാധ്യതയിരിക്കാൻ കഴിഞ്ഞു. കരപ്പുറത്തിന്റെ കാർഷിക മേഖലയ്ക്ക് ഉണർവേകി കരപ്പുറം ഗ്രീൻസ് കൃഷിക്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ കാർഷിക വിപണന കേന്ദ്രം തുറന്നു. വിപണന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം കഞ്ഞിക്കുഴിയിലെ മുതിർന്ന കർഷകൻ ശേഖരൻ നിർവഹിച്ചു. ആലപ്പുഴ ചേർത്തല ദേശീയപാതയോരത്ത് മതിലകം കേന്ദ്രീകരിച്ചാണ് വിപണന കേന്ദ്രം പ്രവർത്തിക്കുക. ചേർത്തല കഞ്ഞിക്കുഴി മേഖലയിലെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക വിഭവങ്ങൾക്ക് ന്യായവില ലഭ്യമാക്കുന്നതിനും കർഷകർക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകുന്നതിനും വിപണന കേന്ദ്രം പ്രയോജനകരമാകും. ചെറുകിട കർഷകരെയും യുവാക്കളെയും കാർഷിക മേഖലയിലേക്ക് ആകർഷിക്കുകയും വരുമാന മാർഗമുണ്ടാകുന്ന തരത്തിൽ കൃഷി ചെയ്യിക്കുന്നതിനും ഇതിലൂടെ ലക്ഷ്യമിടുന്നുണ്ട്. നിലവിൽ കർഷകരായ 30 പേർ കൂട്ടായ്മയിൽ അംഗങ്ങളാണ്. വരും ദിവസങ്ങളിൽ ചെറുകിട കർഷകരെ കൂടി ഉൾപ്പെടുത്തി കാർഷിക കൂട്ടായ്മ വിപുലമാകും. ഗ്രീൻസ് കൃഷിക്കൂട്ടം പ്രസിഡന്റ് VS ബൈജു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി PR ഷീനാസ് സ്വാഗതം പറഞ്ഞു. കർഷകരായ SP സുജിത്ത്, VP സുനിൽ, ജ്യോതിഷ്, V വിനോദ്, അനിലാൽ, V സുഭാഷ്, കൈമൾ, PS ശ്യാംകുമാർ, KN രാധാമണി, വിജയേന്ദ്രൻ, ജോയി ജോസഫ് ഫ്രാൻസിസ്, KG രാജേഷ്, TB ശാന്തപ്പൻ, ഇന്ദുലേഖ, മാത്യു കാരക്കാട് എന്നിവർ പങ്കെടുത്തു. ഉദ്ഘാടകനും മുതിർന്ന കർഷകനുമായ 65 വയസ്സുകാരൻ ശേഖരനെ ചടങ്ങിൽ ആദരിച്ചു. കൃഷിവകുപ്പിന്റെ പൂർണ്ണ സഹകരണത്തോടുകൂടിയാണ് കാർഷിക കൂട്ടായ്മ പ്രവർത്തിക്കുന്നത്. സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രധാനപ്പെട്ട സ്ഥാപനമായി വളരുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം പ്രത്യേകിച്ച് ഒരുപാട് വിപണി സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതിനേക്കാളൊക്കെ ഒരുപാട് പ്രതീക്ഷയോടെ ആണ് ഈ വിപണിനെ കാണുന്നത്. കാരണം എല്ലാ പഞ്ചായത്തിലും ഒരുപാട് ചെറിയ കർഷകരും അത്യാവശ്യം 1 ഏക്കർ മേൽ ചെയ്യുന്ന കർഷകർക്ക് ഒരുപാടുള്ള ഒരു പഞ്ചായത്താണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്ഥാപനം മൊത്തത്തിൽ വരുമ്പോൾ ഒരുപാട് കർഷകർക്ക്, പ്രധാനമായിട്ടും കർഷകരെ എപ്പോഴും അലട്ടുമ്പോൾ ഇവിടെ നമുക്ക് എല്ലാം ഉൽപ്പാദിപ്പിക്കാൻ അറിയാം, പക്ഷേ പലർക്കും മാർക്കറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, യഥാർത്ഥ വില കിട്ടാറില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് വരുമ്പോൾ കൂടുതൽ എറണാകുളം, ആലപ്പുഴ സ്ഥലത്തേക്ക് നമ്മുടെ ഉൽപ്പന്നങ്ങൾ മാറിപ്പോകുമ്പോൾ കൂടുതൽ കർഷകർക്ക് വില കിട്ടാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത്. മാത്രമല്ല ചില ഉൽപ്പന്നങ്ങൾക്ക് ഇവിടെ ഷോർട്ട് വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾക്ക് പ്രീമിയം ആയിട്ടുള്ള ഒരു വില നിശ്ചയിച്ചുകൊണ്ട് കൃഷിക്കാരെ കൂടുതൽ പ്രയോജനകരമായിട്ട് രീതിയിലാണ് ഇവിടെ ഈ പദ്ധതികളൊക്കെ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. കരപ്പുറത്ത്, അതായത് ചേർത്തല മണ്ഡലത്തിലെ പ്രധാന കർഷകർക്ക് ഏറ്റവും വലിയ ഗുണകരമാകുന്ന ഒരു പദ്ധതിയായിട്ടാണ് ഇത് രൂപീകരിച്ചിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മൾ ഒരു കണക്കെടുത്തപ്പോൾ നമ്മുടെ ഈ കരപ്പുറത്ത് ഈ അസംബ്ലി മണ്ഡലത്തിൽ ഏകദേശം 500 ഏക്കറിലധികം സ്ഥലത്ത് പച്ചക്കറി കൃഷി ചെയ്യുന്ന കർഷകരുണ്ടെന്നുള്ളത്. അതിൽ ഏതാണ്ട് 2000-ഓളം വരുന്ന കർഷകർ, ചെറുതും വലുതുമായിട്ടുള്ള കർഷകരുണ്ട്. അവരുടെ ഉൽപ്പന്നങ്ങൾ യഥാസമയം വിറ്റഴിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഈ കേരളത്തിൽ അല്ലെങ്കിൽ ചേർത്തല മണ്ഡലത്തിലുണ്ട്. അപ്പോൾ ഇതുപോലൊരു ഉൽപ്പാദന അല്ലെങ്കിൽ വിതരണ കേന്ദ്രം നമുക്കില്ലാത്തതാണ് അതിന് വലിയ പ്രശ്നമായിട്ട് വന്നത്.